അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വന്ന് ഇവിടെ ചെരുപ്പൊക്കെ ഊരി പുറത്തിട്ട് തൊഴുത്തില് ഇത് ഇവർ ഈശ്വരനായിട്ട് കണ്ടിട്ട് വന്ന് പ്രാർത്ഥിച്ചു. ഒരു ചെരുപ്പ് പോലും ഇട്ടില്ല. പിന്നെ രാവിലെ കുളിച്ച് വന്നിട്ട് അദ്ദേഹം ഇവരോട് പ്രാർത്ഥിച്ചു. അത് നടന്നു കിട്ടി. എനിക്കും അനുഭവം ഉണ്ടായി. എനിക്ക് വീടുണ്ടായില്ല. ഇതിന്റെ ചുവട്ടിൽ പറഞ്ഞതിന് ശേഷം എനിക്കൊരു വീട് കിട്ടി. ഈ കാണുന്ന കാളേനെ കണ്ടോ, ഇവനോട് എന്ത് പ്രാർത്ഥിച്ചാലും എന്ത് ആഗ്രഹം പറഞ്ഞാലും സാധിച്ചു കിട്ടുമെന്നാണ് ഇതിന്റെ ഓണർ പറയുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ആലുവയ്ക്കടുത്ത് കീഴ്മാട് പഞ്ചായത്ത് ഓഫീസിന്റെ അടുത്താട്ടോ. അപ്പൊ ഇവന്റെ ഓണർക്ക് ഈ വീഡിയോയിൽ വരാൻ താല്പര്യമില്ല. അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇവന്റെ വിശേഷങ്ങളാട്ടോ. മേഡം, ഈ കാളയ്ക്ക് എന്താ ഒരു പ്രത്യേകത ഉള്ളത്? ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഓക്കെ, പ്രത്യേകതയുണ്ട്. അനുഭവം ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട്. അയാൾ പറയുന്നു, അയാൾ ഈ കാളയുടെ ചവിട്ടി പറഞ്ഞു അത് സംഭവിച്ചു എന്ന് പറയുന്നു. സംഭവിച്ചു. അതായത് ഈ കാളയുടെ അടുത്ത് നമ്മൾ എന്ത് ആഗ്രഹം പറഞ്ഞാലും എന്ത് വിഷമം പറഞ്ഞാലും നമുക്കത് സാധിച്ചു തരും എന്നാണ് ഈ മേഡം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരുപാട് പേര് അനുഭവം ഉണ്ടെന്ന് പറഞ്ഞ്. എനിക്കും അനുഭവം ഉണ്ടായി. എനിക്ക് വീടുണ്ടായില്ല. ഇതിന്റെ ചുവട്ടിൽ പറഞ്ഞതിന് ശേഷം എനിക്കൊരു വീട് കിട്ടിയത്. വീട് കിട്ടിയത്. അപ്പൊ ഇവനെന്തെങ്കിലും പേരിട്ടിട്ടുണ്ടോ? പേര് ഷിർദി ബാബ. അതെയോ? ഷിർദി ബാബ എന്ന് പറഞ്ഞ സത്യസായി ബാബയുടെ ഗുരുവിന്റെ പേര്. അങ്ങനെ ഇട്ട ഒരു പേരാണ്. ഓക്കെ. ഇപ്പൊ ഇവന് എത്ര വയസ്സുണ്ട്? ഇപ്പൊ 6 വയസ്സ്. 6 കഴിഞ്ഞിട്ടുണ്ട്. 6 കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ എത്രാമത്തെ വയസ്സിലാണ് ഇവനെ കൊണ്ടുവന്നേ? അല്ല, ഇവന് ഇവിടെ ഉണ്ടായതാണ്. അതിന്റെ അമ്മയെ 2 വയസ്സുള്ളപ്പോ കിട്ടിയത്. 2 വയസ്സുള്ളപ്പോ കിട്ടിയതാണ്. ഓക്കെ. ഇവക്ക് ഇപ്പൊ എത്ര പ്രായമുണ്ട്? അപ്പൊ അമ്മക്ക് 11 വയസ്സുണ്ട്. 11 വയസ്സുണ്ട്. അതിന്റെ കുട്ടിയാണ് ഈ കാണുന്നത് അല്ലേ? അപ്പൊ അന്നത്തെ അനുഭവം ഒന്നും വ്യക്തമായിട്ടൊന്ന് പറയാം, ഒന്നും കൂടി വിരിച്ചു പറയാവോ? വീടുണ്ടായിരുന്നില്ല. എനിക്ക് വീടുണ്ടായില്ല. ഞാനൊരു ഷെഡിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ വിഷമം കൊണ്ട് ഇവന്റെ ചുവട്ടില് ഞാൻ പറഞ്ഞു എനിക്കൊരു വീട് വേണം, കഷ്ടപ്പാടാണെന്നൊക്കെ പറഞ്ഞു. ഉടനെ തന്നെ ഒരു വീട് കുറച്ച് പേര് വന്ന് സഹായിച്ച ഒരു വീട് കിട്ടി. പിന്നെ വേറെ ഒരു വന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ആഗ്രഹം സാധിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ഇപ്പൊ അത്യാവശ്യം നമുക്ക് ജീവിക്കാൻ നല്ലൊരു വീട് പറഞ്ഞപ്പോ കിട്ടിയില്ലേ? വീട് പറഞ്ഞപ്പോ കിട്ടി. പിന്നെ ഞാൻ അങ്ങനെ ജോലിക്കൊന്നും പോകുന്നില്ല, എങ്കിലും ജീവിച്ചു പോകുന്നു. ഇവന്റെ ചുവട്ടിൽ ഓരോ ദിവസം വിഷമം പറയും, അത് സാധിച്ചു പോകുന്നു. അങ്ങനെ ജീവിച്ചു പോകുന്നു. ഒരു ജോലിക്കും പോകാതെ തന്നെ ഞാൻ ജീവിച്ചു പോകുന്നു. അവർക്ക് പുല്ല് വെട്ടി കൊടുക്കും. അവരോട് തന്നെ പ്രാർത്ഥിക്കും. സാധാരണ ഈ പ്രാർത്ഥന പറയുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹം പറയുമ്പോ എന്തെങ്കിലും ചെയ്യണം? നമ്മൾ അങ്ങനെ അമ്പലത്തിൽ പോകണോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം? കുളിക്കണോ? അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വന്ന് ഇവിടെ ചെരുപ്പൊക്കെ ഊരി പുറത്തിട്ട് തൊഴുത്തില് ഇവർ ഈശ്വരനായിട്ട് കണ്ടിട്ട് വന്ന് പ്രാർത്ഥിച്ചു. ഒരു ചെരുപ്പ് പോലും ഇട്ടില്ല. പിന്നെ രാവിലെ കുളിച്ച് വന്നിട്ട് അദ്ദേഹം ഇവരോട് പ്രാർത്ഥിച്ചു. അത് നടന്നു കിട്ടിയെന്ന് പറയുന്നു. എനിക്ക് കിട്ടി. ആചാരപ്രകാരം അദ്ദേഹം വിശ്വാസിയാണ്. ഒരു ഹിന്ദു ഇസ്ലാമാണ് അദ്ദേഹം. പക്ഷെ ഈ ഹിന്ദു ആചാരത്തോടും വിശ്വാസമൊക്കെ ഉണ്ട്. അവര് നന്ദിയായിട്ട് ശിവന്റെ വാഹനമായിട്ട് ആണെന്ന് വിശ്വാസത്തോടുകൂടി പോകുന്നു. അതുകൊണ്ട് ഞാൻ ഇവരെ കൊല്ലാനൊന്നും കൊടുക്കില്ല. ഒരമ്പലം പണിത് അമ്പലത്തിൽ ഇരുത്താനാണ് താല്പര്യം അല്ലേ? അപ്പൊ നമ്മുടെ വീഡിയോ കണ്ട് അപ്പൊ ഇവനോട് പ്രാർത്ഥിക്കണം എന്ന് തോന്നി അതിന് അവസരം ഒരുക്കുന്നുണ്ടോ? അവസരം ഒരുക്കുന്നുണ്ട്. ഒരു അമ്പലം പണിയണം. അമ്പലം പണിത് കഴിഞ്ഞിട്ട് അവസരം ഒരുക്കും. ഇപ്പൊ താല്പര്യമില്ല. അമ്പലം പണിയാനുള്ള പ്ലാൻ ഈ മാസം തുടങ്ങും. അമ്പലം പണിതിട്ട് ഇവരെ നടയിരുത്തും. ഇവരെന്നല്ല, എല്ലാ കാളയും എല്ലാ പശുക്കളെയും നടയിരുത്തും. അവരൊന്നും കൊല്ലാൻ കൊടുക്കില്ല. അവർക്ക് വേണ്ടിയും ഒരു മൃഗസംരക്ഷണം തുടങ്ങാനുള്ള ഒരു പ്ലാനിങ് ആണ്. അപ്പൊ മേഡം പശു വളർത്തൽ ഈ ഒരു തുടങ്ങിയിട്ട് എത്ര നാളായി? ഇപ്പൊ 9 വർഷം. 9 വർഷമായി. ഈ ഒരു കൺസെപ്റ്റ് എന്താ വെച്ചാൽ ഈ പശുക്കളെ ഒന്നും കൊല്ലാതെ അല്ലെങ്കിൽ ഈ കാളേനെ ഒന്നും കൊല്ലാതെ തന്നെ ഉള്ള ഒരു സംഭവം ഇല്ലേ? അതെന്താ അങ്ങനെ? അതെ, ഞാനൊരു സ്പിരിച്വൽ പാത്താണ്. ആ പാത്താവുമ്പോ ഒരു ഉറുമ്പിനെ പോലും കൊല്ലരുതെന്നാണല്ലോ ഞങ്ങളുടെ ഗുരുക്കന്മാര് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് പോകുന്നത്. പിന്നെ അവരെയൊക്കെ കൊല്ലുമ്പോ ഒരു വേദനയാണല്ലോ. നമുക്കൊരു മുള്ളു കൊള്ളുമ്പോ എത്ര വേദനയാണ്, സഹിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഇവരെ വെട്ടുമ്പോ എന്താണ്. അപ്പൊ അതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ കൊല്ലാൻ കൊടുക്കാത്തത്. വളർത്തി കഴിഞ്ഞിട്ട് കൊടുക്കുക വേണ്ട, അങ്ങനെ കിട്ടുന്ന പൈസ വേണ്ട, അല്ലാതെ തന്നെ ഈശ്വരൻ തരുന്നതും മതി. അത്രയും നാൾ അവരിൽ നിന്ന് ഈ പശുവിൽ നിന്നാണ് നമുക്ക് പാല് തരുന്നുണ്ട് അല്ലെ? അപ്പൊ പിന്നെ വെട്ടുമ്പോ ഭയങ്കര വിഷമായിരിക്കും അല്ലെ? ആവശ്യത്തിന് പാല് തരുന്നുണ്ട്, അത് മതി. പിന്നെ അവരെ കൊല്ലാൻ കൊടുത്തിട്ട് ജീവിക്കേണ്ട ഇത് വേണ്ട. ഇതിന്റെ ആവശ്യമില്ല. പാല് കിട്ടുന്നത് മതി. പിന്നെ തരട്ടെ, ഈശ്വരൻ തരും. ഇപ്പൊ ഇവന് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഫുഡ് കൊടുക്കുന്നുണ്ടോ? എന്തെങ്കിലും ഫുഡ്? പുല്ല് കൊടുക്കും. പിന്നെ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് കഞ്ഞവെള്ളമൊക്കെ എടുത്ത് കൊടുക്കും. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇവനിപ്പോ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഫുഡ് അങ്ങനെ എന്തെങ്കിലും പഴം കൊടുക്കും. അതാണ് പ്രിയം. പഴവും കൊടുക്കും. കപ്പലണ്ടി മിഠായി ഉണ്ടല്ലോ, അതും കൊടുക്കും. ചെറുതിൽ അത് കൊടുത്ത് അത് വേണം വിളിക്കും. അപ്പൊ ഇവിടെ വരുന്നവർക്ക് എന്തെങ്കിലും എന്താ വെച്ചാൽ ഇനി അമ്പലം പണിത് കഴിഞ്ഞ് ഇവനെ കൊണ്ടുപോകുമല്ലോ. അപ്പൊ വരുന്നവർക്ക് എന്തെങ്കിലും എന്താ പറയാ നേർച്ച പോലെ പഴമാണ്. പിന്നെ പുല്ലൊക്കെ കൊടുക്കാം. വരുന്നവര് പുല്ലൊക്കെ ഞാൻ അങ്ങനെ പ്ലാൻ ഇട്ടിരിക്കുന്ന ഒരു പിടി പുല്ല്
കൊടുക്കുക അല്ലെങ്കിൽ ഒരു പഴം കൊടുക്കുക. അങ്ങനെയൊക്കെ കിട്ടിയാൽ അവർക്ക് സന്തോഷമാവില്ല, അവരുടെ വിശപ്പടങ്ങുമ്പോൾ. പഴമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, പഴമാണ് കൊടുത്ത് വളർത്തിയിരിക്കുക, അവന് പഴമാണ് ഇഷ്ടം. ഓക്കെ, അപ്പൊ ഇത് ഇവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആ ഒരു പട്ടിയാണ്. എത്ര 3-4 പട്ടികളുണ്ട്? 3 പട്ടിയുണ്ട്. പട്ടികൾക്കും സംരക്ഷണമാണ്, അവരെയും സംരക്ഷിക്കാനൊക്കെ പ്ലാൻ ഇട്ടിരിക്കും. ഇപ്പൊ 3 പേര് വന്നിട്ടുണ്ട്. ഓക്കെ, അവര് എല്ലാം ജീവജാലങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള എല്ലാ പക്ഷി മൃഗാദികളെയും സംരക്ഷിക്കണം. എന്റെ കഴിവനുസരിച്ച് ഞാൻ സഹായിക്കും. ആരെയും കൊല്ലാതെ നോക്കണം എന്നാണ് ആഗ്രഹം. ശരിക്കും ഇവരിലുള്ള വിശ്വാസം എന്താണ്? ശിവന്റെ വാഹനമായിട്ടാണ് ഞാൻ കാണുന്നത്. ശരി. അപ്പൊ ശിവനോട് എന്തെങ്കിലും പറഞ്ഞാ, നന്ദിയോട് പറഞ്ഞാ ശിവൻ തരൂന്നാണ് പുരാണങ്ങൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ ഈശ്വരനെ പോലെ കണ്ട് വളർത്തുന്നു. ഇവരെ കൊല്ലാതെ വളർത്തണം. ഇവരെ കെട്ടിയിട്ടും വളർത്താൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഇവിടെ ഒരു സൗകര്യം ഇല്ലാത്തത് കൊണ്ട് മാത്രം കെട്ടിയിട്ട് വളർത്തുന്നു. കുറെ ഭൂമിയൊക്കെ വാങ്ങിച്ചിട്ട് അവരങ്ങനെ അഴിച്ചുവിട്ട് വളർത്താനാണ് താല്പര്യം. അവര് സ്വതന്ത്രമായിട്ട് വിടാനായിട്ട് അല്ലെ, ഫ്രീ ആയിട്ട് അവർ ജീവിക്കണം. അവരെ കൊല്ലരുത്, അവർക്ക് ഫ്രീഡം വേണം. അങ്ങനെ അവർ ജീവിക്കുന്നത് അങ്ങനെ അതിനു വേണ്ടിയാണ് പ്ലാൻ ഇട്ടിരിക്കണം. ഇനി അറിയില്ല, ഈശ്വരനും ഇവരും കൂടിയൊക്കെ ഒരു സഹായിച്ചാലേ. ഇത്രയും വർഷത്തിന്റെ ഇടയ്ക്ക് ഇവനെ വളർത്തിയിട്ട് എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടോ? മറക്കാൻ പറ്റാത്തെന്ന് വെച്ചാൽ എനിക്ക് ബുദ്ധിമുട്ടില്ല, എപ്പോഴും ഓക്കെയാണ്, ഹാപ്പിയാണ് എൻ്റെ ലൈഫ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എഴുന്നേറ്റ് വരുമ്പോൾ ഇവനെയാണ് കണി കാണുന്നത്. അടുക്കള വാതിൽ തുറന്ന് വന്നിട്ട് ഇവനെ ആദ്യം കണ്ടിട്ടേ ഞാൻ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാറുള്ളൂ, മറ്റുള്ളവരെ കാണാറുള്ളൂ. അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല. ഞാൻ ജീവിച്ചു പോകുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇവനുള്ളത് ഒരു അനുഗ്രഹവും ഐശ്വര്യവും അല്ലേ? അനുഗ്രഹവും ഐശ്വര്യം തന്നെയാണ്. അപ്പൊ ഇവനെ കാണുമ്പോൾ പലരും ആഗ്രഹിച്ചിട്ടുണ്ടോ ഇവനൊന്ന് വാങ്ങിച്ചാൽ കൊള്ളാവുന്നു? അപ്പൊ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. 2 ലക്ഷം രൂപ വരെയും പറഞ്ഞു തരാൻ. കാരണം ഇതിന്റെ ഒരു ഒറ്റ നിറമാണല്ലോ, ഈ ഒറ്റ നിറത്തിന് എന്തോ നല്ല പൈസ കിട്ടും മാർക്കറ്റിൽ കൊടുത്ത, അങ്ങനെയൊക്കെ ഒരു വിശ്വാസമുള്ളവരുണ്ട്. അപ്പൊ അവര് വാങ്ങിക്കാനൊക്കെ 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ കൊടുത്തില്ല. അവരൊക്കെ പറഞ്ഞു വിട്ട്. അത്യാവശ്യം നല്ല ബുള്ളാണ് ഇത്. ഇപ്പൊ കുറച്ച് ക്ഷീണമാണ്, കാരണം എനിക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ല ഈ പുല്ല് വെട്ടി ഞാൻ കുഴയണേ കൊണ്ട്. എന്നാലും ഇതിലും വലിയ ആന പോലെ ഇരുന്നത്. കുറച്ച് ക്ഷീണമാണ് എനിക്കും വയ്യ. അപ്പൊ മാഡം ഇതെങ്ങനെ കൺട്രോൾ ചെയ്യണേ ഈ പുള്ളിനെ? ഞങ്ങൾ ഇത്ര നാൾ വീടായിട്ട് ഈ പുള്ളിനെ കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ നല്ലൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചെറുതിലെ മുതൽ ഞാൻ നോക്കുന്നതാണല്ലോ. ചെറുതി ബാബ എന്നൊക്കെ പറയുമ്പോൾ വിളി കേൾക്കുമായിരുന്നു. ഇപ്പൊ വിളി കേൾക്കുന്നില്ല, കാരണം പട്ടിയുണ്ട്, കോഴിയുണ്ട്, എല്ലാവരും സ്നേഹിച്ചു വരുമ്പോ ഇവനെ സ്നേഹിക്കാൻ സമയമില്ല. പ്രത്യേകിച്ച് ഒരു സ്വാർത്ഥത ഉണ്ടെന്ന് തോന്നുന്നല്ലോ. എല്ലാം ഭംഗിയായി നടക്കുന്നു. എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഈശ്വരാനുഗ്രഹം അല്ലേ? ഈശ്വരാനുഗ്രഹം. മേഡം, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അപ്പൊ മേഡത്തിന് വീട് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ ഇവനോട് പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ എത്ര കാലയളവിനുള്ളിലാണ് ഈ വീട് കിട്ടിയത്? പെട്ടെന്ന് കിട്ടിയില്ല, എന്നാലും കുറച്ച് സമയം എടുത്ത്. എന്നാലും പറഞ്ഞതിന് ശേഷമാണ് ഓരോരുത്തരുടെ സഹായങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. ഓരോരുത്തർ സഹായിക്കാന്നൊക്കെ പറഞ്ഞ് വന്നത്. എന്നാലും കുറച്ച് സമയം എടുക്കും. പെട്ടെന്ന് അങ്ങനെ ഒരു അതിലൊരു ഓരോരുത്തർ സമയമുണ്ട് അല്ലേ? കുറച്ച് സമയം, അധികം സമയം പോയില്ല. എന്നാലും പറഞ്ഞപ്പോ നടക്കാൻ ഉള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വന്നല്ലേ? അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈ കാളക്കുട്ടന്റെ വിശേഷങ്ങളാണ്. അപ്പൊ ഇവന്റെ അടുത്ത് വന്ന ആഗ്രഹം പറയാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങൾ കോൺടാക്ട് നമ്പർ, മാഡത്തിന്റെ കോൺടാക്ട് നമ്പർ ഞങ്ങൾ ചാനലിൽ ഇടുന്നതായിരിക്കും. എല്ലാവരും വിളിച്ചിട്ട് വരിക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.